തന്നെ പറയണം. കാര്യം എനിക്ക് ഇവിടെ വേലക്കാരന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ഇടയ്ക്ക് ഫിസിക്കലി ഒരു വയ്യായ്മ പോലെ, അതുകൊണ്ടാണ് ഞാൻ വേലക്കാരനെ വെക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണല്ലോ, എന്ത് പിന്നെ പോവായിരുന്നത്? സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നീ ഇതിന് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഇതിന് തോന്നിയത്. എനിക്കറിയാലോ ഈ ജോലിനെ പറ്റി. ഇവിടെ നിന്നിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നീ നോക്കില്ലേ? അപ്പൊ ഞാൻ വിളിക്കാം. അതെനിക്ക് വീടൊക്കെ കാണിച്ചിരുന്നു. നീ പോയി ഫ്രഷ് ആയിക്കോട്ടോ. എനിക്കൊരു മോളുണ്ട്. ഇതോളെ റൂമാണ്. എനിക്ക് 9 വയസ്സായിക്കണേ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഇങ്ങനെ അധികം ഉണ്ടാവല്. എന്റെ വർക്ക് സ്പേസ് ആണ് അവിടെ. ഇതാണ് കിച്ചൺ. എവിടെയെങ്കിലും നീ ഈ അധികം ഉണ്ടാവുക. എനിക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അല്ലേ, അടുപ്പണി പുറപ്പണി ഒക്കെ ഉണ്ടാവാം. ഇവിടെ ഡൈനിങ് ഓപ്പൺ ഏരിയ ആണ്. വേറെ നിങ്ങൾ ബാങ്ക് അതാണ്. ഇത് ഗസ്റ്റ് റൂമാണ്. അധികം ആണ് യൂസ് ചെയ്യാത്ത റൂമാണ്. ഇതാണ് നിന്റെ റൂം കേട്ടോ. പെണ്ണിന്റെ വീട്ടിൽ പുതിയ വേലക്കാരിയൊന്നും കേട്ടല്ലോ. ഓളൊക്കെ എങ്ങനെ അവിടെ നിൽക്കുക? ഇത്ര വരെ ഫോണിൽ നമുക്ക് നോക്കാം. എന്തായാലും അമ്മപ്പാടെ തന്നെ പോയി വരാം. അതെന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമില്ല, നമുക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അല്ല അത് കയറിയിട്ട് പോവാം. പൊന്നു മോളെ വേണ്ട. അല്ല കയറിയിട്ട് പോവാം. നേരത്തെ വിളിക്കണോ? എല്ലാരും നമ്മളിങ്ങനെ ഒരു വട്ടം കൂടി കാണേണ്ടി വരും. എവിടെ സാധനം? ഓഫീസിൽ പോകാൻ ഓഫീസ് ടൈം ലേറ്റ് ആവണേ. ഇത് ഡ്രസ്സ് വേണം. ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക്? ഓഫീസിൽ പോയിട്ട് നേരെ കൊണ്ട് നീ അവിടെ പോയി പറഞ്ഞല്ലേ മീറ്റിംഗ് ഉണ്ട്. എന്റെ ഡ്രസ്സ് ഞാൻ വെച്ചില്ല. അത് തുടർന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നിനക്കറിയാതെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ പോകണോ? എങ്ങനെ പോകണോ? നിനക്ക് എനക്കല്ലാതെ പിന്നെ ആർക്കറിയാം? എന്റെ ഡ്രസ്സാണ് എനിക്ക് ദേഷ്യം വരുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ സോറി കേട്ടോ. പിന്നെ ഫിലിയ എന്നാ അങ്ങനെ പെരുമാറിയതിന്. ഇതൊന്നും കുഴപ്പമില്ല. എന്നാ അവിടെ ഇരുന്നു. മാഡത്തിന്റെ സാറിന്റെ കുട്ടി എവിടെ? കുട്ടിയോ? നിങ്ങൾക്ക് മോളില്ലല്ലോ. മാഡം പറഞ്ഞല്ലോ 9 മാസം ഒരു മോളുണ്ടെന്ന്. എനിക്ക് റൂം കാണിച്ചു. ഓ, ഞങ്ങളുടെ മോള് മരിച്ചിട്ട് കുറച്ചായി. ഒരു ആക്സിഡന്റ് ആയിരുന്നു. അതിപ്പോഴും ഫിനിയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
എന്താ ഇവിടെ ഇവന്റെ ബെഡ്റൂമിൽ? വാട്ട് ഈസ് ദിസ്? നീ എന്താ ഇവിടെ? നീ എന്താണ് ചെയ്യുന്നത്? നീ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ തമ്മിലൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞാൻ അതൊന്നും കണ്ടതല്ലേ നിങ്ങൾ തമ്മിലുള്ളത്. നീ എങ്ങനെ പോകുന്നേ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്താ വിചാരിക്കുക? ഞാൻ എന്ത് വിചാരിക്കണം? ഞാൻ വന്നപ്പോ കണ്ടതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ തമ്മിലൊന്നുമില്ല. നിങ്ങൾ തമ്മിലൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇത്ര ക്ലോസ് ആയി സംസാരിക്കുന്നത്? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ സംസാരിക്കാൻ? എന്താണ് സംസാരിക്കുന്നത്? എനിക്കറിയാതെ എന്തൊക്കെയാണ് ഇവിടെ നടന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു വേലക്കാർക്ക് വേണ്ടി നീ എന്നെ ഒഴിവാക്കിയോ? നിന്റെ അവസ്ഥ എന്താ നിനക്ക് മനസ്സിലായി? ഞാൻ പോകണമുണ്ട്. എന്റെ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് വാ. പക്ഷേ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയവർക്ക് ഒരു നല്ല ജീവിതം വേണ്ട. അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ പപ്പൻ്റെ ലൈഫ് വെച്ചാണ് അയാൾ കളിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാറും ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ആണ് എൻ്റെ പപ്പൻ്റെ ലൈഫിലേക്ക് അയാൾ എത്തുന്നത്. ബിസിനസ് കാര്യങ്ങളിൽ ഒരു മറയില്ലാത്ത ബന്ധമായിരുന്നു അവർ തമ്മിൽ. പക്ഷേ ആരറിഞ്ഞു അയാൾ എൻ്റെ പപ്പൻ്റെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാനുള്ള പുറപ്പാടിലായിരുന്നു എന്ന്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത എൻ്റെ പപ്പയ്ക്ക് ഈ തിരിച്ചടി വേദനാജനകമായിരുന്നു. സ്വന്തം മകളെ ഒറ്റക്കാക്കി എൻ്റെ പപ്പ